തറവാട്ടിലെ പൂച്ച. തറവാട്ടിലെ പൂച്ച പ്രസവിച്ചു. നല്ല വെളുത്ത നിറം, ചുവന്ന റോസാപ്പൂ പോലുള്ള ചുണ്ടുകളും പാദങ്ങളും. തള്ളപ്പൂച്ചയ്ക്കും കുഞ്ഞിനും പട്ടുതുണി കൊണ്ട് മെത്തയുണ്ടാക്കി ചൂരൽക്കൊട്ടയിൽ വെച്ച് അതിലേക്ക് കിടത്തി തെക്കിനിയിലേക്ക് വെച്ചു. പൂച്ചക്കുഞ്ഞ് കണ്ണു തുറക്കുന്നത് നോക്കി തറവാട്ടിലെ അംഗങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്നു. തറവാട്ടുകാരനവരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കാര്യസ്ഥൻ വാസുണ്ണി ഇലഞ്ഞിക്കൽ തറവാട്ടിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്നതാണ് കുറിഞ്ഞിപ്പൂച്ചയെ. തറവാട്ടിലെ ഇളം തലമുറയിലെ കുട്ടിയായ നീലിമാംബിക ചെറുമക്കുടിയിലെത്തി അവിടുത്തെ പൂച്ചക്കുട്ടിയെ കളിപ്പിക്കുന്ന വിവരം തറവാട്ടിലെത്തിയതാണ് കാരണം മുത്തച്ഛന് ഇങ്ങനൊരു ശക്തമായ തീരുമാനമെടുക്കാൻ. ഇലഞ്ഞിക്കലെ മാലതയുമായി അമ്പഴത്തറവാട്ടിലെ അച്യുതൻകുട്ടിയുടെ വേളി ഉറപ്പിച്ച സാഹചര്യത്തിൽ പൂച്ചനെ ആവശ്യപ്പെട്ട് കൊടുക്കാതിരിക്കാനാവില്ലല്ലോ. ഇത്ര വലിയൊരു തറവാട്ടിലേക്ക് വേലി കഴിച്ചു വിടുക എന്നത് നിസ്സാര കാര്യമല്ല. അത്രയ്ക്ക് പൂസത്തുണ്ട് അമ്പഴത്തറവാടിന്. അപ്പോൾ അവരുടെ ഒരേയൊരു പൂച്ചയല്ല, അവിടുത്തെ മുത്തശ്ശീനെ തന്നെ ആവശ്യപ്പെട്ടാലും അവർ തരും. അമ്പഴത്തറവാട്ടുകാരനവർ അവസരം മുതലാക്കി ഇലഞ്ഞിക്കലെ ഒറ്റപ്പൂച്ചനെ സ്വന്താക്കിയെന്ന് നാട്ടിലൊരു സംസാരമുണ്ടേ. നേരിട്ട് പറയാൻ ആരും ധൈര്യപ്പെടില്ല, അത് വേറെ കാര്യം. അങ്ങനെ ആറ്റുനോറ്റ് പൂച്ചക്കുഞ്ഞ് കണ്ണു തുറന്നു. എന്തൊരു ഭംഗി! നല്ല നീല കണ്ണുകൾ. തറവാട്ടിൽ പായസം വെച്ച് മധുര പലഹാരങ്ങളും വിളമ്പി. ചെറുമക്കുടിലുകളിലെല്ലാം തറവാട്ടിലെ ചെറിയമ്പ്രാൻ ഒരു ദിവസത്തെ പണിക്കൂലി ഫ്രീ ആയി കൊടുത്തു. ഒപ്പം ഓരോ മൂട് ചേനയും. പൂച്ചക്കുട്ടിക്ക് പേരിടണം, അതൊരു വലിയ കടമ്പയാണ്, മണിക്കുട്ടിയെന്ന് നീലിമ പറഞ്ഞു. ആ നിർദ്ദേശം അപ്പാടെ എടുത്തെറിഞ്ഞു. അത് വേണ്ട, അത് ചെറുമൻ്റെ പൂച്ചയുടെ പേര്. നങ്ങേലി ആയാലോ? വേണ്ട, അത് പുലയക്കുടിയിലെ പൂച്ചയുടെ പേര്. രാധു? വേണ്ട, അത് ചെത്തുകാരൻ കോരൻ്റെ. പിന്നെ പേരുകൾ പലതും വന്നു. ഒടുവിൽ കാരണവർ പ്രഖ്യാപിച്ചു, താണജാതി പേരുകൾ ഒന്നും വേണ്ട, തറവാട്ട് മഹിമ നോക്കണമെന്ന്. എങ്കിൽ അഫൻ തമ്പുരാൻ ഇട്ടാലോ? പട്ടണത്തിലെ കോളേജിൽ പഠിച്ചു വന്ന വല്യേട്ടൻ്റെ നിർദ്ദേശം. അത് ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പൂച്ച പെൺകുഞ്ഞല്ലേ. എന്നാലും സാരമില്ല, തമ്പുരാൻ ഇഷ്ടാവോ എന്തോ. എല്ലാവരും കോരയിൽ നിൽക്കണ അഫൻ തമ്പുരാനെ നോക്കി. അങ്ങനെ എൻ്റെ പേരിപ്പോൾ പൂച്ചയ്ക്ക് ഇടണ്ട. തമ്പുരാൻ ഒന്ന് നീട്ടി മൂളി പുറത്തേക്ക് പോയി. തറവാട്ട് മഹിമയുള്ള ഒരു പേര്. എല്ലാവരും തല പുകച്ചു. ഒടുവിൽ ബാംഗ്ലൂരിൽ നിന്നും വന്ന മഹേന്ദ്രവർമ്മ എന്ന മഹി ഒരു പേര് നിർദ്ദേശിച്ചു, മീനാക്ഷി തമ്പുരാട്ടി. എല്ലാവരിലും ആഹ്ലാദസ്വരം. അത് അപ്പാടെ അംഗീകരിച്ചു. മഹിയേട്ടൻ ആരാ മോൻ? കുറിഞ്ഞിപ്പൂച്ചയുടെ മകൾ മീനാക്ഷി തമ്പുരാട്ടി. നല്ല തറവാട്ട് പേര്. ഒന്നുമില്ലേലും മരിച്ചുപോയ മുത്തശ്ശിയുടെ പേരല്ലേ.